ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കേരള ഹൌസിലെ കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ പാലമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധനമന്ത്രിയുമായുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിലേക്ക് ഗവർണറെ താനാണ് ക്ഷണിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയണമെന്ന രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഈ മാസം 10-ന് ഡൽഹിയിലെ കേരള ഹൌസിലായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കൂടി ചുമതലയുള്ള ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ അനൌദ്യോഗികമെന്ന് പറയാനാകില്ല. എന്താണ് ചർച്ച ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ പറയണം, എന്താണ് നിങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്ത് ചർച്ച ചെയ്തു? അതിനകത്ത് കേരളത്തിന്റെ ഗവർണർ ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ കഴിയുമോ? ഗവർണറുടെ വിരുന്നിൽ പങ്കെടുക്കാനിടയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. പാർട്ടി യോഗത്തിന് ഡൽഹിക്ക് തിരിച്ച താനും ഗവർണറും ഒരേ വിമാനത്തിലാണ് പോയത്. MP-മാർക്ക് ഗവർണർ ഒരുക്കിയ വിരുന്നിൽ തന്നെയും ക്ഷണിച്ചു. അപ്പോൾ ധനമന്ത്രിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിലേക്ക് ഗവർണറെ താനും ക്ഷണിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട്, നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം ഇട്ട പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല. ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹം വന്നു. BJP സർക്കാരിനോടുള്ള നിലപാടിൽ വെള്ളം ചേർത്തെന്ന രമേശ് ചെന്നിത്തലയുടെ വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഓരോ സാഹചര്യത്തെയും അപഗ്രഥിച്ചാണ് CPIM വിലയിരുത്തൽ നടത്തുന്നത്. രാഷ്ട്രീയ നെറികേട് കാണിക്കുന്നവരല്ല CPIM. ഛിദ്രശക്തികൾ തലപൊക്കാത്തതും വർഗീയ ശക്തികൾ കൽപ്പിക്കാൻ ധൈര്യപ്പെടാത്തതുമായ ഭരണത്തിന് ആത്മധൈര്യം വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോപണത്തിന്റെ കരിമ്പുക ഉയർത്തി പ്രതിപക്ഷം സർക്കാരിനെ അവഹേളിക്കുകയാണെന്നും ഇനിയെങ്കിലും തെറ്റ് തിരുത്തി മാപ്പ് പറയാൻ അവർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം.